Morning devotion, my heart to you I give. In your holy presence, Lord, I live each day with you. My soul is restored. Morning devotion, I'm forever yours. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ അടുക്കൽ പിശാചു വന്നിട്ട് മരുഭൂമിയിൽ ചോദിച്ചൊരു ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ. കാരണം യേശു വിശന്നിരിക്കും. അപ്പൊ യേശുവിന് ദൈവപുത്രൻ എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. ദൈവപുത്രനാകുമ്പോൾ വിശക്കും, ദൈവപുത്രനല്ല, വിശക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളപ്പോ നാച്ചുറൽ ആയിട്ട് തോന്നിയ ഒരു ഫീലിങ്ങിന്, ഇമോഷന് നാച്ചുറൽ ആയിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. കല്ലിനെ അപ്പമാക്കി തീർത്താൽ വിശപ്പ് മാറും. പിശാചു പറഞ്ഞു നീ ദൈവപുത്രനെങ്കിലും. പക്ഷെ യേശുവിന്റെ മറുപടി അതല്ല. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം. അതായത് നാച്ചുറൽ സൊല്യൂഷൻ, നാച്ചുറൽ പ്രോബ്ലത്തിന് നാച്ചുറൽ സൊല്യൂഷൻ ആയിട്ട് പിശാചു വന്ന് നിൽക്കുമ്പോൾ നാച്ചുറൽ മാന് സൂപ്പർ നാച്ചുറൽ സൊല്യൂഷനായിട്ട് കർത്താവ് നിൽക്കും. കർത്താവ് പിശാചിനോട് സീക്രട്ട് ആയിട്ട്, രഹസ്യ, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം ഇതാ, നീ ദൈവപുത്രനെ മനുഷ്യപുത്രനാക്കുന്ന കഥയല്ല നീ പറയുന്നത്, അപ്പം കൊണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്ന അതിനല്ല, മനുഷ്യപുത്രനെ ദൈവപുത്രന്മാരാക്കി തീർക്കുന്ന വെളിപ്പാടിനായിട്ട്. അതാണ് ദൈവവചനത്തിലൂടെ നടക്കുന്നത്. ദൈവവചനം ചെയ്യുന്നത് മനുഷ്യപുത്രന്മാരെ വചനം വായിച്ച് കേട്ട് വിശ്വസിച്ച് ദൈവപുത്രന്മാരുടെ തലത്തിലേക്ക് ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ പ്രസക്തി വളരെയേറെ പ്രധാനമാണ്. നമുക്കറിയാം, ഒരു ആട് അതിന് മാംസം ഭക്ഷിക്കാൻ പ്രയാസമാണ്. പക്ഷെ സിംഹം മാംസം ഭക്ഷിക്കും. അതത് മൃഗങ്ങൾക്ക് അതതിൻ്റെതായ ഭക്ഷണക്രമമാണ്. നിങ്ങളും ഞാനും ആത്മാവിൽ വീണ്ടും ജനിച്ചു. ആത്മാവിൽ ജനിച്ചൊരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട പോഷണം എന്ന് പറയുന്നത്, ഔഷധം എന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത് ദൈവവചനം. ദൈവവചനത്തിൽ നിങ്ങളുടെ ആരോഗ്യമുണ്ട്, നിങ്ങളുടെ വിടുതലുണ്ട്, നിങ്ങളുടെ സമൃദ്ധിയുണ്ട്, നിങ്ങളുടെ സ്വസ്ഥതയുണ്ട്, നിങ്ങളുടെ രക്ഷയുണ്ട്, നിങ്ങളുടെ ബലമുണ്ട്, നിങ്ങളുടെ അത്ഭുതമുണ്ട്, നിങ്ങളുടെ വിശ്വാസമുണ്ട്. സകലതും ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുക. അതാണ് വചനത്തിൽ പറയുന്നത്, സകലതും അവൻ മുഖാന്തരമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനത്തെ സ്നേഹിച്ച്, അതെ ഹല്ലേലൂയ, മാനുഷികമായ തലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അമാനുഷികമായ നില, ദൈവീക നിലയിലുള്ള വിടുതൽ പ്രാപിച്ച് ഈ ദിവസങ്ങൾ ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. God bless you. Amen.